വയലോരങ്ങളിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് റോഡരികിലിരുന്ന് പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഇറങ്ങുന്ന പാനീയങ്ങൾ, വെള്ളക്കുപ്പികൾ മുതലായവ ഉപയോഗിച്ചു കഴിഞ്ഞതിനു ശേഷം ബിന്നുകളിലേക്ക് നിക്ഷേപിക്കാതെ കെട്ടിനിൽക്കുന്ന വെള്ളക്കെട്ടിലേക്കും ഒഴുകിപ്പോകുന്ന വെള്ളത്തിലേക്കും വലിച്ചെറിയുന്നതിനാൽ തോടുകളിൽ അടഞ്ഞുകിടക്കുന്ന മാലിന്യങ്ങൾ ഒലിച്ചു പോവാതെ നൂറുകണക്കിന് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് കർഷകരും പ്രദേശവാസികളും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കടുത്ത നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക്, അംഗങ്ങളായ വളപ്പിൽ സക്കീർ, KT സുലൈമാൻ, P ഫസിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്ഥലം പരിശോധന നടത്തി. തിരൂരങ്ങാടി നഗരസഭയും നന്നമ്പ്ര ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന ആദർക്കാട് തോടിൻ്റെ പരിസരത്താണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരാൻ കാരണം, ഈ തോട്ടിൽ ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് നീരൊഴുക്കിന് തടസ്സമാകുന്ന തരത്തിൽ അത് കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശങ്ങളിലുള്ള കടകളിലും മറ്റുമൊക്കെ വിൽക്കുന്ന പാനീയങ്ങളും മറ്റുമൊക്കെ കഴിച്ച് ആൾക്കാർ അലക്ഷ്യമായി പാടത്തേക്കും തോട്ടിലേക്കൊക്കെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വലിച്ചെറിയുന്നതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു അപകടമാണ് ഈ സംഭവിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന് മെയിൽ സന്ദേശം നൽകിയിട്ടുണ്ട്. തീരദേശ റോഡുകളിലെ കടകളിൽ പ്ലാസ്റ്റിക് ബോട്ടിലിനു പകരം കുപ്പി ഗ്ലാസ് ഉപയോഗപ്പെടുത്തിയാൽ വയലോര മേഖല പ്ലാസ്റ്റിക് മുക്തമാക്കാൻ പറ്റുമെന്നും, ബോട്ടിൽ കിടക്കുന്ന തോടുകളിൽ നിന്ന് നെൽകൃഷിയിലേക്ക് വെള്ളം അടിക്കുന്നുണ്ടെന്നും ഇവ കാരണം ആരോഗ്യ പ്രശ്നം കൂടാൻ സാധ്യത ഉള്ളതായും വയലിലെ മീനുകൾ പിടിച്ചു ഭക്ഷിക്കുന്നതും ആരോഗ്യത്തെ ബാധിക്കുമെന്ന് മന്ത്രിക്ക് അയച്ച മെയിൽ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ചാനൽ ന്യൂസ് തിരൂർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.